ഞാൻ അഭിനയിച്ചിട്ടില്ലാത്തൊരു സിനിമ കാണാൻ പോയിട്ട് അതിൻ്റെ ചീത്തവിളി മുഴുവൻ കേട്ടിട്ടുള്ള ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജ് ഉള്ളൂ. നീ പുറത്ത് നിൽക്കണ്ട, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കും, നീ വേഗം ഒതുങ്ങി ഒരു ഭാഗത്തേക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് ഇത്രയും ഒരു വർഷക്കാലം സിനിമയിൽ ഒരു മാറ്റം ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, പിന്നെ ആക്ടറായിരുന്നു, പിന്നെ ഡയറക്ടറായി, ഇങ്ങനെ എല്ലാ മേഖലയും കഴിച്ച് ഇപ്പോഴും അന്നും ഇന്നും നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അതിനോടുള്ളൊരു ഇഷ്ടം? ഞാൻ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശ്വസിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. സിനിമയുടെ ഏതെങ്കിലും ഒരു മേഖലയല്ല അതുമായി ഇപ്പം ഇടക്കാലങ്ങളിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ലാത്തത്, പക്ഷെ അപ്പോഴും ഞാൻ സിനിമയുടെ പാർട്ടായിട്ട് നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ കഥകൾ പറയാനായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന സിനിമയെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ സിനിമയിലെ സ്ക്രിപ്റ്റ് വായിക്കാൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ട് പിന്നെ ചിലത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അപ്പം ഞാൻ അവരുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അവരെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല കേട്ടോ. അത് ആ സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. അത് വേറെ ഒന്നും ഉണ്ടല്ല, അതിൻ്റെ അകത്ത് പറഞ്ഞൊരു പേടി എന്ന് പറഞ്ഞ സെലിബ്രിറ്റി. കാരണം അത് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞുള്ളൊരു കാര്യമാണ്. സാറിന് വെച്ചിട്ട് സാറിൻ്റെ അടുത്ത് നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം, പക്ഷേ അവിടെ ഡയറക്ടറും ഞാൻ ആക്ടറും ആകുന്നുണ്ട്. അപ്പം അത് പറയാനുള്ള ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയാനുള്ളൊരു അത് പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എനിക്കത് തോന്നി. കാരണം ഞാൻ അവരോട് പിന്നീട് ആ രീതിയിൽ അത് കാര്യമാക്കണ്ട, നീ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പറയുന്നത് കൊണ്ട് ഇപ്പം അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. ഞാൻ ആ കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ടാകും. മറ്റത് അവരിട്ട ഒരു ബാരിയറായിരുന്നു. ഒരു ചെറിയൊരു മതിലിട്ടുകൊണ്ടാണ് അവരെന്നോട് സംസാരിച്ചത്. ഇപ്പം ഞാൻ ആ മതിൽ വിളിച്ചു എന്നുള്ളത്. സിനിമയിൽ എടുത്ത് നോക്കുമ്പോൾ സുന്ദരനായൊരു വില്ലൻ, ഇത് കുറെ കാലങ്ങളായി കേട്ടുവരുന്നതാണ് നമുക്ക്. ആ ഒരു വില്ലൻ വേഷങ്ങളിലും അല്ലാത്ത റോൾ, ഇപ്പൊ രാവണപ്രഭുവിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു റോളല്ല, അങ്ങനത്തെ അല്ലാത്ത റോളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വില്ലൻ വേഷങ്ങൾ മാത്രം എടുക്കുന്നതായിരുന്നോ, അതിനോടുള്ളൊരു ഇഷ്ടമായിരുന്നോ, എങ്ങനെയായിരുന്നു ആ സമയത്തുള്ളൊരു സെലക്ഷൻ? ഞാൻ 94 മുതൽ സിനിമ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ, കാശ്മീരമല അഭിനയിച്ചിട്ടുണ്ട് 2000 വരെ ഞാൻ ഒരേ പാറ്റേൺ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന്, ഒരേ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിർത്തിയതാണ്. 2000 മുതൽ ഞാൻ ശരിക്കും സിനിമയിൽ അഭിനയിക്കുന്നത് കുറേ നിർത്തിയിട്ടുണ്ട്. 2008 ഞാൻ ഉണ്ട്, ഇടയ്ക്ക് വല്ലപ്പോഴും 1-2 സിനിമകളൊക്കെ, എന്നാലും വർഷത്തിൽ ഒരു സിനിമ 2 സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. 2008 ഞാൻ പടം ഡയറക്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഉള്ള സിനിമകളിൽ ആ പടത്തിന് അത്യാവശ്യം റെക്കഗ്നേഷൻ ഉണ്ടായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരെ വിളിക്കുന്നത് നിർത്തി. കാരണം അയാൾ ഡയറക്ടറായി പോയത്. ഇതൊക്കെ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. അപ്പം എന്നെ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടർ, ഇപ്പം നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല പ്രശ്നം. അതിനകത്തുണ്ട് ഈ കഥ പറഞ്ഞു പോകുമ്പോൾ ഞാനുണ്ട്. അപ്പം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആ കഥയിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത്രയുള്ളൂ. അതിപ്പോൾ ഒരു സീനായാലും 2 സീനായാലും, ഇപ്പം രാവണപ്രഭുവിലും അത് തന്നെയാണ്. ആ സിനിമയിൽ ഞാൻ ആകെ കൂടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് സീനേ ഉള്ളൂ. പാട്ടിനകത്തും അതല്ലാതെ സീനും മാത്രമായിട്ട്, അതിന് ഒറ്റ സീനായിട്ട് നമുക്ക് കണക്കാക്കുന്നത്. എനിക്കത് പ്രശ്നമല്ലാത്തതെന്ന് വെച്ചാൽ ദേവാസുരത്തിന്റെ സീക്വലാണത്. ദേവാസുരത്തിൽ ഒടുവിലുടെ കൃഷ്ണൻ ആകെ കൂടെ 2 സീനിലുള്ളൂ, ഒരു പാട്ടും ഒരു സീനും മാത്രം. ഇത് പാട്ടും ഒരു സീനുമായിട്ട് രണ്ടും കൂടെ ഒരു സീനിലായിട്ട് ഒതുങ്ങിയെന്ന് മാത്രം, മറ്റേ രണ്ട് സ്ഥലത്തായിട്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം എന്നിട്ടും ഓഡിയൻ ഓർത്ത് വെക്കുന്ന സാധനമാണ് അത്. ദേവാസുരത്തിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഓർത്ത് വെക്കുന്നുണ്ട്. ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ എന്നോട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് ആ സിനിമയെ കുറിച്ച്. ചില എയർപോർട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് വേറെ ഭാഷകളിലുള്ള ചില 2 ലക്ഷം എന്നോട് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ സിനിമ കണ്ടു. ഞാൻ ഏത് സിനിമ? രാവണപ്രഭു. അപ്പോൾ ഞാൻ രാവണപ്രഭുവിൽ ആദ്യം കൂടെ ഒരു സീനിൽ ഞാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു പവറുണ്ട്. ആ ക്യാരക്ടർ ആ കഥയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം അച്ഛൻ ഇതെല്ലാം നിർത്തി പോകാൻ തീരുമാനിച്ചു, മകനോട് യാത്ര പറഞ്ഞ് പോകാം എന്ന് പറയുന്ന ഒരു മോമെൻറ്റിൽ ഈ കഥ എൻ്റെ സീക്വൻസ് വരികയും അതിൻ്റെ കാര്യങ്ങൾ പറയുകയും പിന്നീട് അയാൾ അവിടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ ക്യാരക്ടറിനെ എന്നെ മോൾഡ് ചെയ്യുന്ന ഒരു ലെവലുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഗുണം എന്ന് നമ്മുടെ ക്യാരക്ടർ, ഇപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിലും ഇതേ സ്വഭാവമുണ്ട് ഈ ക്യാരക്ടറിന്. ഒരു വലിയ പ്രശ്നത്തിൻ്റെ അകത്തേക്ക് നിൽക്കുന്നു, ഇത് ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ ഇയാളുടെ അടുത്തേക്ക് എത്തിയാലേ പറ്റൂ, ഇവിടെ കയറിയാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന സിറ്റുവേഷനുകളിൽ നിന്നാണ് ഇതിൻ്റെ എൻഡിലേക്ക്, ആ കഥയുടെ എൻഡിലേക്ക്
ആ കേസിന്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷൻസിലേക്കാണ് ഈ കഥയിലും വരുന്നത്. അപ്പം ആ കഥയിൽ ഇന്നയാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് മാറുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു 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 മോമെന്റ് ആ കഥയിലുണ്ടെങ്കിൽ അത് ഒരു സീനോ 2 സീനോ എന്നുള്ളതല്ല പ്രശ്നം. ആ സിനിമയിൽ അയാൾക്ക് ക്യാരക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഇന്ന സിനിമ എന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഏത് സിനിമയും ചെയ്യുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ഈ ഞാൻ അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ജോഫിന്റെ പ്രീസ്റ്റ് എന്ന സിനിമയിലും ഇതേപോലെ തന്നെയായിരുന്നു, നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. പക്ഷെ ആ എൻഡിലേക്ക് അത് കൊണ്ടെത്തിക്കുന്ന സാധനങ്ങളിൽ ആ ഡോക്ടറുടെ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ഡോക്ടർ ആണ്. ഈ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് ചോദിച്ചു ചെയ്യാൻ പറ്റുമോ സാധനം, ഞാൻ പിന്നെ പിന്നെന്താ എന്ന് പറയുന്ന സാധനമുള്ളൂ, അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഥയിൽ കാരണം എൻഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെയും അയാളുടെയും ഡെത്തിനകത്തൂടെയാണ് പടം എൻഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സീൻസ് കുറവാണ്, പക്ഷെ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ഓർത്ത് വയ്ക്കുന്ന കഥാപാത്രങ്ങൾ. അത്രേ ആവശ്യമുള്ളൂ. സിനിമകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അച്ഛൻ ഒരു തിയേറ്റർ നടത്തുന്നതാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാലം സിനിമ ഇപ്പോഴത്തെ ഈ ഒരു സിനിമാ ജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഏകദേശം പറഞ്ഞു, ഇപ്പം നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരും സിനിമ കാണുന്നതൊരു എന്താ സിനിമ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ബോധമുള്ള കാലത്താണ്. ഞാൻ എൻ്റെ ബോധമുണ്ടാകുന്നതിന് മുമ്പേ സിനിമ കണ്ടു തുടങ്ങിയ ഒരാളാണ്. എൻ്റെ അമ്മേനെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നത് അമ്മയുടെ ഞാൻ ജനിച്ച 91ാമത്തെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ എൻ്റെ കൂടെ സിനിമ ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കത് കാരണം അത് വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛന് തിയേറ്റർ ഉണ്ടായിരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യങ്ങൾ, അന്ന് ഞാൻ എൻ്റെ സ്കൂൾ പീരീഡുകളിൽ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആ സിനിമയുടെ മാറ്റിനിയും ഫസ്റ്റ് ഷോയും ഒരേ ദിവസം കാണുന്നു. സെക്കൻഡ് ഷോയിൽ 2 റീലും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനോടൊപ്പം തിരിച്ചു പോരുന്നത്. അപ്പോൾ അത് വെള്ളിയാഴ്ച സംഭവിക്കും, ഞായറാഴ്ചയും സംഭവിക്കും, ശനിയാഴ്ച നടക്കില്ല കേട്ടോ. അപ്പോൾ ഈ 2 ദിവസങ്ങൾ അപ്പം ഒരു സിനിമ 4 പ്രാവശ്യമൊക്കെ കാണുന്നു. ഇത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ പല പ്രാവശ്യം കണ്ടുപോകുന്ന ഒരു ചൈൽഡ്ഹുഡാണ് എനിക്കുള്ളത്. അപ്പം അന്നത്തെ കാലത്ത് ടി വി ഇല്ല, മറ്റു വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മീഡിയം മാത്രമേ ഉള്ളൂ, സിനിമ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പം കുട്ടികൾക്ക് അതിന് എല്ലാ ടെക്നോളജി ഉണ്ട്. അവരുടെ കയ്യിൽ മൊബൈലുണ്ട്, മൊബൈലിൽ സിനിമ കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിന് കാരണം അത് ഞാൻ ഏറ്റവും എൻ്റെ മോളുണ്ട്, അവൾ പാട്ട് കേൾക്കുന്നത് ഇതിനകത്തും ഈ മൊബൈൽ ഫോണിൽ ഉള്ള പാട്ടിനകത്ത് അവൾ മാറ്റി അവൾക്ക് താല്പര്യമുള്ള പാട്ടിലേക്ക് 1 വയസ്സായിട്ടുള്ളൂ. അവൾക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് അവൾ കേൾക്കാനുള്ള സാധനങ്ങൾ അവളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പാട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡാണ് കുട്ടികൾ. അപ്പം ഞാൻ ആ കാലം ഈ കാലം കൂടി ഒരു കമ്പാരിസൺ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഒരിക്കലും ചിന്തിക്കില്ല. കാരണം ടെക്നോളജിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ റോക്കറ്റ് പോലെയാണ്. അത് വിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അത് ഇനി എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു 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 സൊല്യൂഷൻ അതിന് കണ്ടെത്തണം. അതൊരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവണം. ആ ബ്ലാസ്റ്റിംഗ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചെറുപ്പത്തിലെ ഇങ്ങനെ സിനിമ കാണുമ്പോഴേ ഉണ്ടായിരുന്നു സിനിമയിലേക്കായിരിക്കും. എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ കൊമേഴ്സ് ആണ്, ഉറപ്പാണ്. അന്നേ സിനിമയിലേക്ക് വരണം എന്ന് പറയാം. യാതൊരു സംശയമില്ലാതെ ഞാൻ പഠിച്ചത്, ഞാൻ M.Com പഠിച്ചു, ICAA ചെയ്തു, ഞാൻ കോമേഴ്സ് ആയിരുന്നു. അതൊന്നും അല്ലല്ലോ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എൻ്റെ സിനിമയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഞാൻ പഠിച്ച ആ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കാറുണ്ടല്ലോ. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ അതൊക്കെ പഠിച്ചത് കൊണ്ട് കൂടിയാണ് ഒരർത്ഥത്തിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാവുന്നതല്ല. നമ്മൾ ആ എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മളെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായ ദിവസം ആണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞുണ്ടായി, ഇപ്പോൾ കല്യാണം കഴിച്ചു, ഭാര്യയുണ്ട്, അവർ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ചെന്ന് ചാടുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു തസ്തികയിലേക്കാണ്. ഒരു ഉറപ്പുമില്ലാത്ത കടലിലേക്ക് എടുത്ത് ചാടാണ്. കാരണം ഇയാൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നു, കുറേ പടങ്ങൾ അസിസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ ഡയറക്റ്റ് ചെയ്യണം, അത് സക്സസ് ആവണം, അതിന് സാധ്യതയുണ്ടോ, എക്സിസ്റ്റൻസ് ഉണ്ടാവുമോ എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ആലോചിച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് ഞാൻ ഈ പറയുന്ന ഞാനൊരു അച്ഛനായ ദിവസം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് എനിക്ക് പേടിയില്ലായിരുന്നു. ആ പേടിയില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ എഡ്യൂക്കേഷൻ തന്നെയാണ്.
ഇതല്ലെങ്കിൽ വേറെ സാധനം അപ്പോൾ നടന്നില്ലെങ്കിൽ എന്നുള്ളത്. ഓക്കെ. അഭിനേതാവാണ്, സംവിധായകനാണ്, എഴുത്തുകാരനാണ്, കുറെ ബുക്കുകൾ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ഏതായിരിക്കും ഈ കുറച്ചുകൂടെ കംഫർട്ടാണെന്ന് തോന്നുന്നൊരു ഇതായി? ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പം ഞാൻ എഴുതുന്നത് എൻ്റെ സ്വകാര്യതയാണ്. ഇപ്പം നമ്മളൊരു കഥ എഴുതി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ആനന്ദം എൻ്റെ സെൽഫാണ്. ആരെങ്കിലും അത് വായിച്ചിട്ട് കൊള്ളാം, നന്നായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു ആനന്ദമാണ്. സിനിമ അങ്ങനെയല്ല. സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ശരിക്കും കളക്റ്റീവാണ്. ഒരുപാട് പേര് ചേർന്ന് നിന്നുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അതൊരു സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൂടിയുള്ള ഒരു കലാരൂപമാണ്. അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുന്നു, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് തിരിച്ച് ആ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ തിരിച്ച് കിട്ടിയാൽ മാത്രമാണ് അതിനകത്തൊരു സക്സസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതൊരു ഇൻഡിവിജ്വൽ ആർട്ട് ഫോമല്ല. ആക്ടർ എന്നുള്ളത് ഈ രണ്ട് കാര്യമല്ല, ഇത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു പാവയാണ്. അയാളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ വേണം, എന്ത് വേണം. അപ്പം ഞാൻ ചെയ്യുന്നത് മൂന്ന് സ്വഭാവത്തിലുള്ള ജോലികളാണ്. മൂന്നിൻ്റെ രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. ആ പെൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ, കാരണം ഗവൺമെൻറ്റിൻ്റെ എയ്ഡല്ല ഇത് ശരിക്കും പബ്ലിക് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ഞാൻ മോശമായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്കെതിരെ ഇതെന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നടന്നില്ല, ഇത്രയും കാലത്ത് ഇപ്പോഴും നമ്മൾ ഇതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.